കളക്ഷൻ ആയാലാണ് നമുക്ക് ശമ്പളമുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പാണ് ഓടുന്നതെങ്കിൽ അത് നമ്മൾ 400-300 രൂപയ്ക്ക് പോകേണ്ടി വരും. നല്ല വീതിയുള്ള റോഡായിരിക്കും. നമ്മൾ മറ്റു കാറുകാർ മറ്റുള്ളവർ ചെറുങ്ങനെ പോകുന്നുണ്ടാവും. നമ്മളൊന്ന് ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തിരിയും. ബസ്സിന് ഓവർടേക്ക് ചെയ്ത് കാണുമ്പോഴും വലിയ ചെറിയ വാഹനങ്ങൾ അപ്പോൾ ഒന്നെങ്കിൽ അവർ സ്പീഡ് കൂട്ടും. ബസ്സിന് സ്പീഡ് കൂട്ടാനാവില്ല. ബസ് ബ്രേക്ക് ചവിട്ടിയാൽ രണ്ടാമത് സ്പീഡ് കൂട്ടണമെങ്കിൽ അതിന് ടൈമിംഗ് ഉണ്ട്. അല്ലാണ്ട് കാറ് പോകുന്നവരെ പോകില്ല. അന്നേരം അവർ നമ്മളെ അടുപ്പിക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമ്മൾ ബസ്സുകാരെന്ന് ബസ്സിൽ 10-20 ആൾ സ്റ്റാൻഡിങ് ഉണ്ടാവും. ഒരു കാറ് സഡൻ ബ്രേക്ക് ഇട്ടാൽ നമ്മൾ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഉപയോഗിച്ചാൽ നിൽക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും. അത് കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്ന വണ്ടി ഒരു 10 പ്രാവശ്യം നമ്മൾ സഡൻ ബ്രേക്ക് ഇടുമ്പോൾ യാത്രക്കാർക്ക് പ്രശ്നമാകും. ഇത്രയും കാലം ഓടിച്ച ഒരു എക്സ്പീരിയൻസ് കൊണ്ട് റോഡ് പരിചയമുള്ളതുകൊണ്ട് നമ്മൾ വെട്ടിച്ച് മാറ്റാൻ ശ്രമിക്കുക. ഒരിക്കലും സഡൻ ബ്രേക്ക് ഉപയോഗിക്കില്ല. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ വാഹനമാണ് ആടി ഒലിയുമ്പോൾ ഇത് എന്തോ അപകടമായ രീതിയിൽ ഓടിക്കുന്ന പോലെ തോന്നും. നമ്മളെല്ലാവരും നല്ലവരാണെന്ന് പറയുന്നില്ല. പക്ഷേ സാഹചര്യവശാൽ നമ്മൾ ചിലപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപാടെ തിരിച്ചു പോകേണ്ട വണ്ടിയാണ്. നമ്മൾ അവിടെ ഒരു ബ്ലോക്കിൽ കുടുങ്ങി ഫ്രസ്ട്രേഷൻ എല്ലാവർക്കും ഉണ്ടാകും. നിങ്ങൾക്കും ഉണ്ടാകും, നമുക്കും ഉണ്ടാവും. ചിലപ്പോൾ നമ്മളോട് ഒരാൾ ചീത്ത പറയുമ്പോൾ എല്ലാവരും ഒരേ സംയമനമായിരിക്കണമെന്നില്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒപ്പം ഒരു കാറുകാരൻ ഒരു കാര്യമില്ല, അയാൾ ഓൺ അടിച്ച് പറഞ്ഞാൽ സൈഡ് കൊടുത്ത് കഴിഞ്ഞാൽ മുന്നിൽ കയറിയിട്ട് അഭ്യാസം കളിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിത പ്രശ്നമുള്ളതുകൊണ്ട് നമ്മളത് വിട്ടുകൊടുത്ത്. എല്ലാവരും ഒരേ ചില ആൾക്കാർക്ക് പ്രഷർ ഉണ്ടാവും, അവർ മത്സരിക്കും. പുറത്തുനിന്ന് കാണുന്നവർ നോക്കുമ്പോൾ ബസ്സുകാർ മത്സരിക്കുന്ന പോലെയായിരിക്കും. നമ്മൾ അപകടം ഒഴിവാക്കിയാൽ പോലും പേര് വരുന്നത് നമ്മുടെ പേരല്ല. ഈ കേരളത്തിൽ ഏറ്റവും റഫായിട്ടുള്ള റൂട്ടിൽ ഒന്നാണ് എറണാകുളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ കോഴിക്കോട്. ഇതേപോലത്തെ റൂട്ട് വേറെയില്ല. നമ്മളിവിടെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളെ തലേൻ്റെ ഉള്ളിൽ പ്രഷർ കയറി പൊട്ടുന്ന രീതിയിലാകുന്ന രീതിയിലാണ്. നമുക്ക് വേറെ ഒരു വഴിയില്ല, നമ്മൾ വേറെ ജോലി പഠിച്ചിട്ടില്ല. നമ്മളെ അല്ല കുറ്റപ്പെടുത്തണ്ടേ. ഈ 3 മിനിറ്റിലും 2 മിനിറ്റിലും ഗ്യാപ്പ് കൊടുക്കുമ്പോൾ അത് ചിലപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് പകുതിക്കുന്ന വേറെ വണ്ടി കയറാനുണ്ടാവും. അങ്ങനെ സമയം കൊടുക്കുമ്പോൾ തെറ്റുകാരാരാ, നമ്മളാണോ അല്ലെങ്കിൽ ഈ ഭരണകൂടമാണോ? ഇതാണ് ബസ് ജീവനക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്.